Hi friends, welcome to my YouTube channel HMedia. ഈ വീഡിയോയിലൂടെ Krea.ai എന്ന ഒരു AI വെബ്സൈറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമേജസിനെ അപ്സ്കെയിൽ ചെയ്ത് എൻഹാൻസ് ചെയ്യുന്നതിനും പ്രോംപ്റ്റുകൾ യൂസ് ചെയ്ത് ഇമേജസിനെ റിയൽ ടൈം ആയി ജനറേറ്റ് ചെയ്യുന്നതിനും യൂസ് ചെയ്യാവുന്ന ഒരു പവർഫുൾ AI വെബ്സൈറ്റ് ആണിത്. ലോ റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യുന്നത് എങ്ങനെയെന്നും ഒരു ലോ റെസൊല്യൂഷൻ ഇമേജിൽ നിന്ന് ഹൈലി ഡീറ്റെയിൽഡ് ആയ ഒരു ഇമേജ് ഇതിലൂടെ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. Krea.ai എന്ന ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയി ലോഗിൻ ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ജനറേറ്റ്, എൻഹാൻസ് തുടങ്ങിയ ടാബുകൾ അവൈലബിൾ ആണ്. കൂടാതെ ഇതിന്റെ പവർ ടൂൾസ്, ആപ്സ് ഇവിടെ നിന്ന് കാണുവാനും ഇവിടെ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി അപ്സ്കെയിൽ ആൻഡ് എൻഹാൻസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റൺ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ എൻഹാൻസ് എന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തോ ഈ ഒരു ഫീച്ചർ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമേജ് എന്ന ഈ ഒരു സെക്ഷനിൽ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുകയോ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജിന്റെ സ്റ്റൈൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഫോട്ടോ റിയലിസ്റ്റിക്, ഡിജിറ്റൽ ആർട്ട്, പ്രൊഡക്റ്റ്, പോർട്രേറ്റ് തുടങ്ങിയ ഒരു ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഇമേജിനനുസരിച്ച് ഇതിൽ നിന്നും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്ത് ഇമേജിനെ എൻഹാൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യുന്നതിലുപരി ഇതിന്റെ പ്രോംപ്റ്റ്, AI സ്ട്രെങ്ത്, അപ്സ്കെയിലിംഗ് ഫാക്ടർ, റെസൊല്യൂഷൻ തുടങ്ങിയ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈലി ഡീറ്റെയിൽഡ് ആയ ഇമേജസിനെ ജനറേറ്റ് ചെയ്യാവുന്നതുമാണ്. നെഗറ്റീവ് പ്രോംപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഒരു ഇമേജിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് ഇമേജിനെ ജനറേറ്റ് ചെയ്യാവുന്നതുമാണ്. 3 എക്സാമ്പിൾസ് ഇവിടെ കാണാവുന്നതാണ്. ഈ എക്സാമ്പിൾസ് ക്ലിക്ക് ചെയ്ത് അപ്സ്കെയിൽ ആൻഡ് എൻഹാൻസ് എന്ന ഈ ഒരു ഫീച്ചർ ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ലൈഡർ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സ്ലൈഡർ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഇതുപോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ലോ റെസൊല്യൂഷനിലുള്ള ഒരു ഇമേജ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്ത AI സ്ട്രെങ്ത്, റിസബിൾ സ്ട്രെങ്ത്, അപ്സ്കെയിലിംഗ് ഫാക്ടർ, റെസൊല്യൂഷൻ തുടങ്ങിയ ഇവിടെ കാണാവുന്നതാണ്. അപ്സ്കെയിൽഡ് വേർഷൻ ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. വളരെയധികം ഡീറ്റെയിൽസ് ഈ ഒരു ഇമേജിൽ ആഡ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഫ്രോഗിന്റെ ഐസ്, ഇതിന്റെ ടെക്സ്ചർ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇത്രയും ലോ റെസൊല്യൂഷനുള്ള ഒരു ഇമേജിൽ നിന്ന് ഹൈലി ഡീറ്റെയിൽഡ് ആയ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തായി റെൻഡർ ചെയ്ത ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന ഓപ്ഷനിലേക്ക് റെൻഡർ ചെയ്ത ഇമേജിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മളുടെ ഇമേജ് ഇവിടെ ആഡ് ആയതായി കാണാവുന്നതാണ്. ഒരു പ്രോംപ്റ്റ് ഓട്ടോമാറ്റിക്കായി ഈ ഒരു ഇമേജിനനുസരിച്ച് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമനുസരിച്ച് ഈ ഒരു പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. ഇവിടെ ജനറേറ്റ് ആയ ഈ ഒരു പ്രോംപ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ സ്റ്റൈൽ എന്ന സെക്ഷനിൽ ഇവിടെ നിന്ന് ഫോട്ടോ റിയലിസ്റ്റിക് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. AI സ്ട്രെങ്ത് നമുക്കിത് ഇൻക്രീസ് ചെയ്യാം. റിസംബ്ലൻസ് സ്ട്രെങ്ത്, അപ്സ്കെയിലിംഗ് ഫാക്ടർ ഞാൻ ഈ ഒരു സെയിം തന്നെ യൂസ് ചെയ്യുകയാണ്. ഈ ഒരു റെസൊല്യൂഷനിലേക്കാണ് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻഹാൻസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യാം. നമ്മളുടെ ഇമേജ് ഇവിടെ അപ്സ്കെയിൽ ആയി ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഒറിജിനൽ ഇമേജ് ഇവിടെ ചെക്ക് ചെയ്യാം. ഈ ഒരു ഇമേജ് ആണ് അപ്സ്കെയിൽ ചെയ്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്ത് അപ്സ്കെയിൽ ആൻഡ് എൻഹാൻസ്ഡ് ആയ ഇമേജ് ചെക്ക് ചെയ്യാം. ഈ ട്രീസിന്റെ ലീവ്സ്, വാട്ടർ, സ്റ്റോൺസ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയി നമുക്കിതിൽ ലഭിച്ചിരിക്കുകയാണ്. അടുത്തതായി ഈ ഒരു റിസംബ്ലൻസ് സ്ട്രെങ്ത് 0 ആക്കിയിരിക്കുകയാണ്. ഇനി എൻഹാൻസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ഇമേജ് ഇതിൽ ജനറേറ്റ് ആയിരിക്കുകയാണ്. വളരെ ഡിഫറെന്റ് ആയ ഈ ഒരു റിസൾട്ട്
ഇവിടെ കാണാവുന്നതാണ്. വളരെ റിയലിസ്റ്റിക് ആയ രീതിയിൽ ഈ ഒരു ഏരിയ ഇതുപോലെ ഇവിടെ ജനറേറ്റ് ആയി ലഭിച്ചിരിക്കുകയാണ്. ഒരു ഇമേജിനെ അപ്സ്കെയിൽ ചെയ്യുന്നതിലുപരി ആ ഇമേജിലെ പിക്സൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോംപ്റ്റ്സ് ചേഞ്ച് ചെയ്യുകയോ AI സ്ട്രെങ്ത്, റിസംബ്ലൻസ് സ്ട്രെങ്ത് തുടങ്ങിയ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി റിയൽ ടൈം ജനറേഷൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ജനറേറ്റ് എന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ക്യാൻവാസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. റൈറ്റ് സൈഡിൽ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ ടൂൾ ബാർ ഇവിടെ കാണാവുന്നതാണ്. ഇമേജ് ടു ഇമേജ്, സ്ക്രീൻ ടു ഇമേജ്, ക്യാമറ തുടങ്ങിയ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. രണ്ട് ഷേപ്സ് നമുക്ക് ഈ ഒരു ക്യാൻവാസിൽ കാണാവുന്നതാണ്. ഈ ഒരു ഷേപ്സിൽ ചേഞ്ചസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ അതിനനുസരിച്ച് ഇമേജ് ചേഞ്ച് ആകുന്നതാണ്. ഇതിൽ ഈ ടൂൾ ബാറിൽ നിന്നും ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഷേപ്സിന്റെ സൈസ് ചേഞ്ച് ചെയ്യുകയും പുതിയ ഷേപ്സിനെ ഈ ഒരു ടൂൾ ബാറിൽ നിന്നും ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ ഷേപ്സ് ക്രിയേറ്റ് ചെയ്ത് ഇമേജസിനെ ചേഞ്ച് ചെയ്ത് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ റാൻഡം പ്രോംപ്റ്റ്സും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ റാൻഡമായി പ്രോംപ്റ്റ്സ് ജനറേറ്റ് ചെയ്ത് ഇമേജസിനെ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇമേജസിന്റെയും സ്റ്റൈൽസ് റൈറ്റ് സൈഡിൽ നിന്നും ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. സിനിമാറ്റിക്, ഇല്ലുസ്ട്രേഷൻ, ബ്ലൂം തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മുടെ ക്യാൻവാസിൽ നിന്നും ഷേപ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുകയോ പെയിന്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് ഷേപ്പിനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ജനറേറ്റ് ചെയ്ത ഇമേജസ് ഈ പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ റിയൽ ടൈമായി നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്രോംപ്റ്റ്സിനനുസരിച്ച് ഇമേജസ് അപ്ഡേറ്റ് ആവുന്നതായി കാണാവുന്നതാണ്. ഇനി ഇതിലൂടെ ജനറേറ്റ് ചെയ്ത ഇമേജിനെയും സെൻഡ് ടു എൻഹാൻസ് ആൻഡ് അപ്സ്കെയിൽ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്സ്കെയിൽ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇമേജ് വളരെ ഡീറ്റെയിൽ ആയി ഇതിൽ അപ്സ്കെയിൽ ആൻഡ് എൻഹാൻസ് ആയി ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുപോലെ അപ്സ്കെയിൽ ചെയ്ത ഇമേജസ് റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ഇമേജ് ഇവിടെ ഇതുപോലെ ഡൗൺലോഡായി ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇമേജസിനെ ജനറേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്ത ഇമേജസിനെയോ 3D സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്ത ഇമേജസിനെയോ അപ്സ്കെയിൽ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് എൻഹാൻസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ആയി ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ പ്രോ വെർഷനും ഇതിൽ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രോ വെർഷൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ കൊമേഴ്ഷ്യൽ ലൈസൻസ്, ഫാസ്റ്റ് ജനറേഷൻ, പ്രൈവറ്റ് ഇമേജസ്, പ്രൈവറ്റ് AI ട്രെയിനിങ്സ് തുടങ്ങിയ ഫീച്ചേഴ്സ് ലഭിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.